الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنزلنا من السماء ماء بقدر فأسكناه في الأرض وإنا على ذهاب به لقادرون പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമുക്കെല്ലാവർക്കും മനഃപ്പാഠമുള്ള, എല്ലാവരും പഠിച്ച വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരധ്യായമാണ് സൂറത്തുൽ ഫലഖ്, 113-ാമത്തെ അധ്യായം. നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യേണ്ട, നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഫലഖ്. പക്ഷേ ഈ സൂറത്തിൻ്റെ പ്രാധാന്യം എന്താണ്, നമ്മൾ എന്തിനത് പാരായണം ചെയ്യണമെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരുപക്ഷെ ആ സൂറത്തിൻ്റെ പ്രാധാന്യവും മഹത്വവുമെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തിയ ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ സൂറത്തുൽ ഫലഖ് പാരായണം ചെയ്യണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അതിലെ ആദ്യത്തെ 2 ആയത്തുകളാണ്. ഖുൽ നബിയെ പറയണം, അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിൻ്റെ, പുലരിയുടെ, പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു. അടുത്ത വാചകം എന്താണ്? മിൻ ശർരി മാ ഖലഖ്, മിൻ ശർരി മാ ഖലഖ്. ആ പുലരിയുടെ, പ്രഭാതത്തിൻ്റെ റബ്ബായ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ കെടുതികളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി പലതും സൃഷ്ടിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് ആനന്ദം നൽകുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള പല വസ്തുക്കളും അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തുകളാണ്, അനുഗ്രഹമാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ച പലതും പരീക്ഷണങ്ങളായി മാറാറുണ്ട്.
അതിൽ വലിയ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മഴ എന്നുള്ളത്. റബ്ബിൻ്റെ ഏറ്റവും വലിയൊരു നിഅമത്താണ്, റബ്ബിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് മഴ എന്നുള്ളത്. എന്നാൽ വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ സാധ്യമല്ല. ആ വെള്ളമൊന്ന് അധികരിച്ചപ്പോൾ, ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴയുടെ തോത് ഒരല്പമൊന്ന് കൂടിയപ്പോൾ, കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നാം കേട്ട വാർത്തകൾ നമ്മെ വേദനിപ്പിക്കുന്നതാണ്, പ്രയാസപ്പെടുത്തുന്നതാണ്. ഒരുപക്ഷെ നമ്മളിൽ പല ആളുകളും അതിൻ്റെ പ്രയാസങ്ങൾ നേരിട്ട് അനുഭവിച്ച ആളുകളുമായിരിക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ, അല്ലാഹുവേ നീ സൃഷ്ടിച്ചിട്ടുള്ളതിൻ്റെ കെടുതികളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും പറയണം, പ്രാർത്ഥിക്കണം. നമുക്കറിയില്ല ഏതിലാണ് അപകടമുള്ളത്, ഏതിലാണ് ദുരിതമുള്ളത്, ഏത് വഴിയിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ കടന്നു വരിക എന്ന് ഒരാൾക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന വിശ്വാസികൾ മറക്കാതെ നിർവഹിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഖുത്ബയുടെ ആമുഖമായി എൻ്റെ സഹോദരങ്ങളെ സഹോദരികളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നോക്കൂ, നിങ്ങൾ തുടർച്ചയായി മഴ പെയ്തപ്പോൾ എന്താണ് നമ്മുടെ ഇടയിൽ സംഭവിച്ചത്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണ്? പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമ്മൾ വായിച്ചു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ, ഫാമിലി ഗ്രൂപ്പിലൂടെ, മറ്റുള്ള സംവിധാനങ്ങളിലൂടെ, പിന്നെ സർക്കാരിൻ്റെ തന്നെ മെസ്സേജുകളായിട്ടൊക്കെ ശക്തമായ മഴയുടെ മുന്നറിയിപ്പുകൾ നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആ മുന്നറിയിപ്പുകൾ എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ്. വലിയ തോതിൽ മഴ വർഷിക്കാൻ സാധ്യതയുണ്ട്, അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മഴവെള്ളപ്പാച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾ നിരന്തരം നമ്മുടെ ഫോണുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരുപക്ഷെ വലിയ അപകടങ്ങളുടെ വാർത്തകൾ മെസ്സേജുകളായി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നു. എന്താണ് ഈ ഒരു സമയം കൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് സംഭവിച്ചത്? ഞാൻ ചില സഹോദരങ്ങളുടെ വാക്കുകൾ കേട്ടു. ദുരിതം അനുഭവിക്കുന്ന ചില സഹോദരങ്ങളുടെ വേദനയേറിയ വാക്കുകൾ കേൾക്കാൻ സാധിച്ചു. കോടിക്കണക്കിന് രൂപയാണ് നിമിഷ നേരം കൊണ്ട് പല ആളുകൾക്കും നഷ്ടമായത്. വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങൾ, വാഹനങ്ങൾ, വീടുകൾ എല്ലാം തകർന്നുപോയി, ഒന്നുമില്ലാതെയായി. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യന്മാർ, നമ്മളെപ്പോലെയുള്ള ആളുകൾ, എല്ലാ സൗകര്യങ്ങളിലും ജീവിച്ച ആളുകൾ, അവര് ഒരു സുപ്രഭാതത്തിൽ വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, ക്യാമ്പുകളിലേക്ക്, അവിടെ ലഭിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കേണ്ട ഒരവസ്ഥയിലേക്ക് ആ ആളുകൾ മാറിയത് എങ്ങനെയാണ്? ആ ആളുകൾ മാറ്റപ്പെട്ടത് എങ്ങനെയാണ്? അതാണ് പടച്ചതമ്പുരാന്റെ സൃഷ്ടികളിൽ ചിലത് നമുക്ക് പരീക്ഷണങ്ങളായി, പ്രയാസങ്ങളായി, ദുരിതങ്ങളായി വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ വിശ്വാസികളായ ആളുകൾ കൃത്യമായി മനസ്സിലാക്കി വേണം പെരുമാറാൻ. അപ്പം ഇത് നമ്മുടെ മുന്നിൽ സംഭവിക്കുമ്പോൾ, ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ട ഏതാനും ചില പാഠങ്ങളാണ് ഈ ഖുത്ബയിലൂടെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, മഴ എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. മഴ എന്നുള്ളത് റബ്ബിൻ്റെ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആനിൽ മഴയെക്കുറിച്ച് രണ്ട് രീതിയിലുള്ള പ്രയോഗമുണ്ട്. രണ്ട് രീതിയിൽ പ്രയോഗിച്ചു എന്ന് പറഞ്ഞാൽ, അള്ളാഹു മഴ അനുഗ്രഹമാണ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലെല്ലാം അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം മാ, അതേപോലെ തന്നെ ഗൈസ് എന്നുള്ളതാണ്. മാ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, അതേപോലെ തന്നെ ഗൈസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഴ വെള്ളമാണ്. അനുഗ്രഹമാണ് എന്ന് പറയാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിൽ ഞാൻ ഓതി വെച്ച ആയത്ത് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, അവിടെ അള്ളാഹു പ്രയോഗിച്ച മാ എന്നാണ്. ആകാശത്ത് നാം മാഇനെ ഇറക്കി, വെള്ളത്തെ ഇറക്കി എന്നാണ്. അതേപോലെ തന്നെ ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈത, അവിടെയും മഴയെ അനുഗ്രഹമായി പറയാൻ അള്ളാഹു ഉപയോഗിച്ച ഗൈത്ത് എന്നുള്ള പ്രയോഗമാണ്. എന്നാൽ മഴ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞ അതേ റബ്ബ് തന്നെ മഴ ശിക്ഷയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മഴയിലൂടെ ശിക്ഷയുണ്ടാകുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയാണ് മഴ എന്ന് പറയാൻ വേണ്ടി പ്രയോഗിച്ചത് മാ എന്നോ ഗൈത്ത് എന്നോ അല്ല, മറിച്ച് മത്തർ എന്നുള്ള പ്രയോഗമാണ്. മത്തർ എന്ന് പറഞ്ഞാൽ മഴയാണ്. സാധാരണ മത്തർ എന്ന പ്രയോഗം അത് മഴ വർഷിക്കുന്നു എന്നതിനപ്പുറം ഒരു ശിക്ഷയായി പെയ്തിറങ്ങുമ്പോഴാണ് മത്തർ എന്ന പ്രയോഗം ഉണ്ടാകുക. ഇപ്പം നോക്കൂ, നിങ്ങൾ സബഅ് ഗോത്രക്കാരുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, നൂഹ് നബിയുടെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്, ഫിറഔന്റെ ചരിത്രം നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. എന്താണ് സബഅ് ഗോത്രക്കാരുടെ ചരിത്രം? അവർക്ക് വളരെ ഐശ്വര്യത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും കഴിച്ചുകൂടാൻ പറ്റിയ വലിയ രണ്ട് തോട്ടങ്ങൾ അവർക്കുണ്ടായിരുന്നു. വലിയ രണ്ട് തോട്ടങ്ങൾ. ആ തോട്ടങ്ങളിലെ പിന്നെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ്
അവർ ജീവിച്ചു കൊണ്ടിരുന്നത്. അവരുടെ സമീപത്തുണ്ടായിരുന്ന ഒരു പടുകൂട്ടൻ അണക്കെട്ട്, ഒരു വലിയ അണക്കെട്ട്, അവർക്കാവശ്യമുള്ള വെള്ളം ലഭിച്ചിരുന്ന, അവർക്കാവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ലഭിച്ചിരുന്ന ഒരു അണക്കെട്ടും ഉണ്ടായിരുന്നു. ആ അണക്കെട്ട് തകർന്നുകൊണ്ടാണ്, അതിലെ വെള്ളം പുറത്തേക്ക് ഒഴുകിയാണ് ആ സമൂഹം നശിപ്പിക്കപ്പെടുന്നത്. അവർ ധിക്കാരം കാണിച്ചപ്പോൾ, അവരതിരുവിട്ടപ്പോൾ. വലിയ വിശാലമായ ചരിത്രമാണ്, ഞാനത് വിശദീകരിക്കുന്നില്ല. മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ പോലും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും ഈ സബഉ ഗോത്രത്തിലെ ആ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വായിക്കാൻ സാധിക്കും. കാരണം ആ അണക്കെട്ട് തകരുന്ന വാർത്തകൾ വന്ന ഉടനെ അവിടെ നിന്ന് ആളുകൾ രക്ഷപ്പെട്ട് മക്കയിലെത്തിയ ചരിത്രമുണ്ട്. വളരെ വിശാലമായ ചരിത്രമാണ്. ഞാൻ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ശിക്ഷിക്കാൻ വെള്ളത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നൂഹ് നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഖുർആനിൽ പറയുന്ന പ്രയോഗം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവരുടെ അടുപ്പിൽ നിന്ന് വഫാറത്തന്നൂർ എന്നാണ്. അവരുടെ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു എന്നാ. സാധാരണ അടുപ്പ് തീയുണ്ടാകുക, വെണ്ണീരുണ്ടാകുക, എന്നാൽ അടുപ്പിൽ നിന്ന് പോലും വെള്ളം വന്നു. അങ്ങനെ എന്ത് ചെയ്തു? ആ സമൂഹം നശിപ്പിക്കപ്പെട്ടു. അതേപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ അവിടെ നമ്മൾ ഫിറഔന്റെ ചരിത്രം വായിക്കുന്നുണ്ട്. ഫിറഔനെ കൊല്ലാൻ വേണ്ടി, ഫിറഔനെ നശിപ്പിക്കാൻ വേണ്ടി റബ്ബ് തെരഞ്ഞെടുത്ത വെള്ളമാണ്. ഫിറഔനെ കടലിലാണ് അള്ളാഹു മുക്കിക്കൊല്ലുന്നത്, വെള്ളമാണ്. അഥവാ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന വെള്ളം ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് എന്താകും? പരീക്ഷണമായി മാറും. അതിനർത്ഥം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അള്ളാഹിൻ്റെ ശിക്ഷയാണെന്നൊന്നുമല്ല. അള്ളാഹിൻ്റെ ശിക്ഷയാണ് ഈ സംഭവിച്ചത് എന്നല്ല ഞാൻ പറയുന്നു. മറിച്ച് ഇത് ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശിക്ഷയായിക്കൊണ്ട് വലിയ അപകടങ്ങളായി, പടച്ച തമ്പുരാന്റെ പരീക്ഷണമായി വെള്ളം എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ മഴ അനുഗ്രഹമാണ്, അതേ മഴയിൽ തന്നെ പരീക്ഷണമുണ്ട് എന്ന പാഠം വിശ്വാസികൾ പഠിക്കണം. രണ്ടാമതായി, വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുള്ള സൃഷ്ടിപ്പിന്റെ തുടക്കം വെള്ളത്തിൽ നിന്നാണ്. അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവലം യറല്ലദീന കഫറു അന്നസ് സമാവാതി വൽ അർദ് കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യൻ ഫലാ യുഅ്മിനൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയായിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും എല്ലാ സൃഷ്ടികളുടെയും അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതിൻ്റെ തുടക്കം എന്താണ്? വെള്ളത്തിൽ നിന്നാണ്. ജീവജാലങ്ങളുടെ, ജീവികളുടെയൊക്കെ സൃഷ്ടിപ്പിന്റെ നിദാനം, അതിൻ്റെ അസിൽ എന്ന് പറയുന്ന, അടിത്തറ എന്ന് പറയുന്നത് വെള്ളമാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നാം കുടിക്കുന്ന വെള്ളം, ഇതൊക്കെ എന്താണ്? വെള്ളവുമായി ബന്ധപ്പെട്ടാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു അബസയിൽ അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമിഹി, മനുഷ്യൻ അവന്റെ ഭക്ഷണത്തിലേക്ക്, തആമിലേക്ക് നോക്കുന്നില്ലേ? അന്ന സബബനൽ മാഅ സബ്ബ ثم شققنا الارض شقا فانبتنا فيها حبا. വളരെ സുന്ദരമായി കൊണ്ടാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യൻ ആവശ്യമുള്ളതൊക്കെ പടച്ച തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്ത ആ അനുഗ്രഹത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ മനോഹരമായ ആയത്തുകളിൽ ഓരോ വിശ്വാസിക്കും വലിയ അത്ഭുതം നിറഞ്ഞ ആയത്തായി കാണാൻ പറ്റുന്ന ആയത്താണ് ഞാൻ ആമുഖമായി ഓതി കൽപ്പിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂനിലെ 18-ാമത്തെ ആയത്ത്. ഈ ഒരു ഒറ്റ ആയത്ത് പഠിച്ചാൽ മതി, അള്ളാഹ് നമുക്ക് ശരിക്കും മനസ്സിലാകും. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? എന്താ അള്ളാഹു പറയുന്നത്? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ ഫഅസ്കന്നാഹു ഫിൽ അർദ് വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. എന്താ അള്ളാഹ് പറയുന്നത്? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ, അള്ളാഹു ആകുന്നു, നാം ആകുന്നു ആകാശത്ത് നിന്ന് വെള്ളത്തെ ഇറക്കിയത്. ബിഖദരിൻ, ഒരു ഖദർ അനുസരിച്ച്, ഒരു കണക്കനുസരിച്ച്, തോതനുസരിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുന്നത് കൃത്യമായ കണക്കനുസരിച്ചാണ്. ആ കണക്കിൽ നിന്ന് ഒന്നട് കൂടിയാൽ എന്ത് ചെയ്യും? അപകടം ഉണ്ടാകും. ആ കണക്കിൽ നിന്ന് കുറച്ച് കുറഞ്ഞാലോ, ആ കണക്കിൽ നിന്ന് കുറഞ്ഞാൽ വെള്ളത്തിന്റെ ക്ഷാമം ഉണ്ടാകും. അതാണ് അല്ലാഹുവിന്റെ പ്രയോഗം. വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ഒരു ഖദർ അനുസരിച്ച് കൊണ്ടാണ്, ഒരു നിശ്ചിതമായ അളവിലാണ് അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത്. ഈ വാചകത്തേക്കാൾ അത്ഭുതമാണ് അടുത്ത പ്രയോഗം. എന്നുള്ള പറഞ്ഞു, ഫഅസ്കന്നഹു ഫിൽ അർദ്, ആ ഇറക്കുന്ന വെള്ളത്തെ നാം ഭൂമിയിൽ എന്ത് ചെയ്തു? താങ്ങി നിർത്തി എന്നാണ്. ഫഅസ്കന്നഹു, സക്കൻ എന്ന് പറഞ്ഞാൽ താമസ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. മസ്കൻ, വീടിനാ പറയാ മസ്കൻ. അള്ളാഹു ആകാശത്ത് നിറക്കുന്ന വെള്ളത്തെ അവൻ എന്ത് ചെയ്തു? അവൻ ഭൂമിയിൽ താങ്ങി നിർത്തി എന്നാണ് പറയുന്നത്. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ മഴക്കാലത്താണ് ജീവിക്കുന്നത്. ആകാശത്ത് നിന്ന് പെയ്തു വീഴുന്ന, പിന്നെ താഴേക്ക് വരുന്ന മഴത്തുള്ളികൾ, ആ തുള്ളികൾ ഭൂമിയുടെ മുകളിൽ തന്നെ നിന്നാൽ എന്താ സംഭവിക്കുക? എവിടേക്ക് പോകുന്നില്ല,
വർഷിക്കുന്ന മഴ അതേപോലെ ഭൂമിയുടെ മുകളിൽ, ഭൂമിയുടെ അടിയിലേക്ക് പോകാതെ ഭൂമിയിൽ തന്നെ നിന്നാൽ എന്താ സംഭവിക്കുക? നമുക്കിവിടെ താമസിക്കാൻ പറ്റൂല. എന്നാൽ അള്ളാന്റെ പ്രയോഗം എന്താ? അള്ളാഹു നാം അതിനെ പിന്നെ സൂക്ഷിച്ചു വെച്ചു, അതിനെ അള്ളാഹു എടുത്തു വെക്കാണ്. ഭൂമിയുടെ അടിയിൽ ഭദ്രമായി ആ വെള്ളത്തെ പടച്ച തമ്പുരാൻ എടുത്തു വെക്കാണ്. നമുക്ക് വേണ്ടിയാണ് എടുത്തു വെക്കുന്നത്, നമുക്ക് വേണ്ടിയാണ് റബ്ബ് സൂക്ഷിച്ചു വെക്കുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, ആ വെള്ളം അങ്ങനെ റബ്ബ് സൂക്ഷിച്ചു വെച്ചിട്ടില്ല എങ്കിൽ, ഭൂമിയുടെ മുകളിൽ തന്നെ നിൽക്കുകയാണ് എങ്കിൽ, ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് താമസിക്കാൻ പറ്റൂല. രണ്ടാ, വെള്ളം അശുദ്ധമാകും, മലിനമാകും, രോഗങ്ങൾ ഉണ്ടാകും, ഇവിടെ കൃഷി ഉണ്ടാവുകയില്ല. എന്തൊരു പ്രയോഗമാണ് ഖുർആൻ നടത്തുന്നത്! എന്തൊരു അത്ഭുതമാണ് അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ! നാം ആകുന്നു ആകാശത്തിന് ഒരു ഖദർ അനുസരിച്ച്, തോതനുസരിച്ച് വെള്ളം ഇറക്കിയവൻ. ആ വെള്ളത്തെ നാം എന്ത് ചെയ്തിരുന്നു? നാം അതിനെ സംരക്ഷിക്കുന്നു, നാം അതിനെ എടുത്തു വെക്കുന്നു. എന്നാൽ അള്ളാഹിന്റെ അടുത്ത പ്രയോഗം തരയോ? തീർച്ചയായും ആ വെള്ളത്തെ പോക്കിക്കളയാൻ, അതിനെ ഇല്ലാതെയാക്കാൻ നാം കഴിവുള്ളവനാണ്. എനിക്കതിന് കഴിയും. പടച്ചവന്റെ പ്രയോഗമാണ്. ഞാൻ പറഞ്ഞു, ഈ ഒരൊറ്റ ആയത്ത് സത്യസന്ധമായി പഠിച്ചാൽ നമുക്ക് അള്ളാഹിനെ മനസ്സിലാക്കാൻ പറ്റും. ഈ വെള്ളമില്ലാതെ ലോകത്തൊന്നുമില്ല. നമ്മൾ കഴിക്കുന്ന വിഭവങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുന്നു. നിങ്ങൾ ആപ്പിൾ കഴിക്കുന്നു, മുന്തിരി കഴിക്കുന്നു, അതേപോലെ തന്നെ പല വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ വിഭവങ്ങളുടെയൊക്കെ അസിലെന്താ? അതിനൊക്കെ ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളമാണ്. വെള്ളത്തിൻ്റെ രുചി ഒന്നാണ്, അല്ലേ? വെള്ളത്തിൻ്റെ രുചി ഒന്നാണ്. ആ ഒരേ വെള്ളത്തിൽ നിന്ന് വൈവിധ്യമാർന്ന ഫലങ്ങൾ അല്ലാഹു ഉണ്ടാക്കി തരാണ്. വ്യത്യസ്തമായ ഫലങ്ങൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫാമിൽ പോയി, കൃഷിത്തോട്ടവുമായി ബന്ധപ്പെട്ട ഫാമിൽ പോയി. അവിടെ വിവിധ തരത്തിലുള്ള വിത്തുകളുണ്ട്, മരങ്ങളുണ്ട്, ചെടികളുണ്ട്, മാവിൻ്റെ ചെടികളുണ്ട്. എത്രങ്ങാനും മാവുകളാണ്! വ്യത്യസ്ത രുചികളിലുള്ള വിവിധ മാമ്പഴങ്ങൾ. അള്ളാഹു ഇറക്കിയ ഒരേ വെള്ളം കൊണ്ട്, ഒരേ വെള്ളം കുടിച്ച് അത് വളരുന്ന ആ ചെടികളിൽ വ്യത്യസ്ത രുചികളിലുള്ള, വ്യത്യസ്ത മണങ്ങളിലുള്ള, വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? പടച്ചവനാണ്. ഇതാണ് വെള്ളം എന്ന് പറയുന്നതിൻ്റെ അനുഗ്രഹം, വെള്ളം എന്ന് പറയുന്നതിൻ്റെ നിഅമത്ത്. ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ നിഅമത്തിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ആ വെള്ളം ലഭിക്കാതിരുന്നാലോ? വെള്ളമില്ലാതെ പോയാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമം തെറ്റും. നമുക്ക് ഭക്ഷണം കിട്ടിയില്ല, പ്രശ്നമല്ല. വെള്ളം ഉണ്ടെങ്കിൽ കുറേ കാലം നമുക്ക് പിടിച്ചേക്കാൻ പറ്റും, ഒരുപാട് കാലം പിടിച്ചേക്കാൻ പറ്റും. ഒരു സമ്പന്നനായ മനുഷ്യനോട്, അതിസമ്പന്നനായ ഒരാളോട് അയാളോട് ചോദിക്കുന്നത്, നിങ്ങൾ കഴിച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കുടിച്ചതിൽ ഏറ്റവും ആസ്വാദ്യകരമായ വിഭവം എന്താണ്? അദ്ദേഹം കൊടുക്കുന്ന മറുപടി പച്ചവെള്ളമാണെന്നാണ്. കാരണം അതാണ് ഏറ്റവും ആസ്വാദ്യകരമായത്. അതില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മുടെ കൃഷി ഉണങ്ങിപ്പോകും, അതേപോലെ തന്നെ മൃഗങ്ങൾ ചത്തൊടുങ്ങും, മനുഷ്യരെ ചത്തൊടുങ്ങും. അതുകൊണ്ട് തന്നെ വെള്ളം ലഭിക്കാതിരുന്നാൽ ആ വെള്ളമില്ലാത്തതിന്റെ ദുരിതം ലോകം അനുഭവിക്കും. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മുമ്പുള്ളവരെ പടച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാനെ നിങ്ങൾ ആരാധിക്കണം. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറഞ്ഞെന്തറിയോ? അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ. ഭൂമിയെ അവൻ നിങ്ങൾക്ക് ഫിറാശാക്കി, വിരിപ്പാക്കി തന്നവനാണ്. വസ്സമാഅ ബിനാഅ. ആകാശത്തെ മേൽക്കൂരയാക്കിയവനാണ്. വഅൻസല മിനസ്സമാഇ മാഅ. ആകാശത്തു നിന്ന് വെള്ളം ഇറക്കി തന്നവനാണ്. അങ്ങനെയുള്ള പടച്ചവനെ, ഭൂമിയെ നിങ്ങൾക്ക് വിധാനിച്ചു തന്ന, ആകാശത്തെ മേൽക്കൂരയാക്കിയ, നിങ്ങൾക്ക് ആവശ്യമായ വെള്ളം ഇറക്കി തന്ന പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ നിങ്ങൾ ആരാധിക്കണം. നിങ്ങൾ ആരാധിക്കേണ്ടത് സൃഷ്ടികളെയല്ല, സൃഷ്ടാവിനെയാണ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. ആ തൗഹീദ് പറയുമ്പോൾ അല്ലാഹു അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താ? നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവനായ പടച്ച തമ്പുരാൻ. അതാണ് വെള്ളത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ അനുഭവിക്കുന്ന അനുഗ്രഹം പ്രയാസം ഉണ്ടാകും, എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരിക്കലും വെള്ളത്തെ ശപിക്കാനോ മഴയെ ശപിക്കാനോ പാടില്ല എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല, നബി പറയാണ്, അല്ലാഹു ഉപരിലോകത്ത് ഏതൊരു അനുഗ്രഹവും ഇറക്കി തരുമ്പോൾ നിങ്ങളിൽ ഒരു വിഭാഗം അതിൽ വിശ്വസിക്കാതിരുന്നിട്ടില്ല, നിങ്ങളിൽ കുറച്ച് ആൾക്കാർ അതിൽ അവിശ്വസിക്കാതിരുന്നിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മഴ വർഷിക്കുമ്പോൾ അവർ പറയും, ഇന്ന നക്ഷത്രമാണ് അതിന് കാരണമായത്. മഴ കിട്ടിയത് എന്തുകൊണ്ടാ? ബികദാക്കി ബികദ വകദ. ഇന്ന നക്ഷത്രങ്ങൾ രാശിയുടെ ഫലമായി കൊണ്ടാണ് മഴ കിട്ടിയത് എന്ന് വാദിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇന്നലെയല്ല,
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രത്തിന്റെ താളുകളിൽ മഴയെ നിഷേധിക്കുന്ന, മഴ ലഭിക്കുന്നത് മറ്റു പല വഴികളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായി. അത് പാടില്ല, അത് അള്ളാഹുവിനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മഴ എന്ന് പറയുന്ന അനുഗ്രഹത്തെ ശപിക്കാൻ പാടില്ല, അതിനെ ചീത്ത പറയാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ നിഅമത്താണ്. ആ നിഅമത്ത് അതിന് വിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അള്ളാഹുവിലേക്ക് അടുക്കുക, നമ്മൾ കാവൽ ചോദിക്കുക. അതാണ് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒട്ടനവധി പ്രാർത്ഥനകൾ, അല്ലാഹുമ്മ സ്ഖിനാ ഗൈതൻ മുഗീതൻ മരീഅൻ മുരീഅൻ നാഫിയൻ ഗൈറ ദാരിൻ ആജിലൻ ഗൈറ ആജിൽ, എങ്ങനെയുള്ള ധാരാളം പ്രാർത്ഥനകൾ മഴയുമായി ബന്ധപ്പെട്ട വിവിധ. അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, പ്രവാചക തിരുമേനി മഴ വർഷിക്കുമ്പോൾ പ്രാർത്ഥിച്ച അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, വളരെ ചെറിയ പ്രാർത്ഥനയാണ്. ഇതാണ് ഇപ്പം നമ്മൾ പഠിക്കേണ്ടത്. കാരണം എന്താ, അല്ലാഹുമ്മ സയ്യിബൻ നാഫിയ, പടച്ചോനെ നീ വർഷിപ്പിക്കുന്ന മഴ ഇത് പ്രയോജനകരമായ മഴയാക്കണം, ഇത് ഞങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്, നമ്മൾ പ്രാർത്ഥിക്കണത്. കാരണം നമ്മുടെ മുമ്പിൽ ആസാമു പോലെയുള്ള പ്രദേശങ്ങളിലുണ്ടായ പ്രളയത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എത്രയെത്ര കെട്ടിടങ്ങളാണ് തകർന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മഴ നമുക്ക് ഉപകാരമുള്ളതാകണം, അതിൽ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഞാനും നിങ്ങളൊക്കെ നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ദുരിതങ്ങളുടെ വാർത്തകൾ ദിനേന കേട്ടപ്പോൾ, മഴ ശക്തമായി, മഴ കൊണ്ട് പ്രയാസമുണ്ടായി, സ്കൂളുകളില്ല, കോളേജില്ല, ഈ വാർത്തയൊക്കെ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു അള്ളാഹുവിനോട്, അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, പടച്ചോനെ ഈ ചൊരിയുന്ന മഴ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കണേ, ഇതിലെ ഉപദ്രവങ്ങൾ നീ നീക്കണേ എന്ന് പ്രാർത്ഥിച്ച എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഴ അമിതമാകുമ്പോൾ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ അലൈന വല അലൈന എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചു. അല്ലാഹുവേ ഈ മഴയെ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് നീ ആക്കണേ, ഇതിനെ ഞങ്ങളുടെ മേലൊരു ശിക്ഷ നീ ആക്കരുതേ എന്ന് പ്രവാചകൻ തിരുമേനി പ്രാർത്ഥിച്ചു. മഴയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ അധ്യാപനങ്ങളാണ്. എത്രയെത്ര പാഠങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഈ ദുരന്തങ്ങളുടെ വാർത്തകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ ഉമർലാന്റെ ഒരു ചരിത്രം വായിക്കുമ്പോൾ, ഉമർലാന്റെ കാലഘട്ടത്തിൽ ഒരു ഭൂകമ്പമുണ്ടായി, ഭൂമി ചലിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ വിളിച്ചു പറഞ്ഞൊരു വാചകമുണ്ട്, അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യന്മാരെ, മാ കാനത് ഹാദിഹി സൽസല ഇല്ലാ അൻ ഷൈഇൻ, ഈ ദുരിതമുണ്ടാകാൻ നിങ്ങൾ എന്താ ചെയ്തത്? ഈ ഒരു ദുരന്തം നമ്മളിലേക്ക് വരാൻ നിങ്ങൾ എന്താ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ അടുക്കൽ വല്ല തിന്മകളും വരുന്നുണ്ടോ? അള്ളാഹുവാണ് സത്യം, ഇനിയും ഇത് ആവർത്തിക്കുകയാണ് എങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല കേട്ടോ എന്ന് ഉമർലാന് പറയുന്നത്. കാരണം എന്താ അറിയോ, മനുഷ്യന്മാരുടെ തെറ്റുകൾ വർദ്ധിക്കുമ്പോഴേക്കും അള്ളാഹു പരീക്ഷിക്കും. തെറ്റുകൾ തിന്മകൾ വർദ്ധിക്കുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുമെന്നുള്ളത് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിച്ച പാഠാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനും റബ്ബിലേക്ക് അടുക്കാനും നന്മകൾ ചെയ്യാനുമാണ് വിശ്വാസികളായ ആളുകൾ ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദുരിതം അനുഭവിക്കുന്ന, വേദനിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചില കടമകളുണ്ട്, നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ഉറങ്ങുന്നുണ്ട്, എല്ലാ നിഅമത്തുകളും ഇപ്പോൾ നമുക്കുണ്ട്. നമ്മുടെ നിഅമത്തുകൾ നീങ്ങിപ്പോയിട്ടില്ല. പക്ഷേ നിഅമത്തുകൾ നീങ്ങിപ്പോയ കുറേ മനുഷ്യന്മാരാണ് നമ്മുടെ ചുറ്റിലുമുള്ളത്. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ കടമയാണ്. നമ്മളിത് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യാന്ന് ആലോചിക്കണം. ദുരിതം അനുഭവിക്കുന്ന ആളുകളെ ഏത് രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, അത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ആ വഴികൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. എന്താ നബി പറയുന്നത്? ഒരു അടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും കാലം അള്ളാഹു അവനെയും സഹായിക്കുമെന്നാണ്. ഈ ഹദീത്താണ് നമ്മൾ ഓർക്കേണ്ടത്. ദുരിതം അനുഭവിക്കുന്ന ഒരാൾ, അയാളുടെ മതം നോക്കണ്ട, അയാൾ ഏത് സ്വഭാവം ഒന്നും നോക്കണ്ട. പ്രയാസം അനുഭവിക്കുന്ന ആളാണോ, അയാളെ സഹായിക്കാം. അയാളെ സഹായിക്കുകയാണ് എങ്കിൽ ആ സഹായിക്കുന്ന കാലം അത്രയും അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കും.
അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കാനുള്ള ഒരു വഴിയാണ് എന്ത് ചെയ്യുക? പ്രയാസപ്പെടുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരറിയോ? അവർ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. നോക്കൂ, നിങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പല ആൾക്കാരും കോട്ടയം ജില്ലയിലാണ്. അവിടെ കിണർ വൃത്തിയാക്കാൻ അവരുണ്ട്, അവരുടെ കേടുവന്ന മോട്ടറുകൾ നന്നാക്കാൻ, ഫാനുകൾ നന്നാക്കി കൊടുക്കാൻ, അവരുടെ വീട് വൃത്തിയാക്കാൻ. എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക? അത് ചെയ്യാൻ വേണ്ടി വാഹനമെടുത്ത് അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയുള്ള ആൾക്കാർ? മലബാർ ഈ മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാർ, ഈ പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാർ, എത്രയോ ആളുകൾ. അവർക്ക് കൂലിയൊന്നും കിട്ടൂല. അവർ അള്ളാഹിൻ്റെ വജഹ് ഉദ്ദേശിച്ച് പോകുന്ന ആൾക്കാരാണ്. അവരുടെ കുടുംബത്തെ തനിച്ചാക്കി തങ്ങളുടെ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവരെ സഹായിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരെ എന്താ പറയുക, പിന്നെ മുന്നോട്ട് നയിക്കാനുള്ള, അവർക്ക് ശക്തി പകരാൻ വേണ്ടിയാണ് കുറേ ആൾക്കാർ യാത്ര പോയത്. അവരിന്നും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടൊരു മെസ്സേജ്, ആ വീടുകളിൽ നിന്നൊക്കെ പിന്നെ കേടുവന്ന ഫാനുകളും അതേപോലെ തന്നെ മിക്സിയും ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് ആൾക്കാർ വരികയാണ്. അവർക്ക് നന്നാക്കാൻ വഴിയൊന്നുമില്ല. അപ്പോൾ അത് നന്നാക്കുന്ന ടെക്നീഷ്യന്മാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നീഷ്യന്മാരുടെ എണ്ണം കുറവാണ്, കുറച്ചും കൂടി ആൾക്കാരെ വേണം. ആരാ റെഡി ഉള്ളതെന്ന് ചോദിച്ചുള്ള മെസ്സേജ് ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പിൽ വന്നത് കണ്ടു. നോക്കി, നിങ്ങൾ ഇങ്ങനെയൊക്കെ ആളുകളെ സഹായിക്കാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മളതിൽ പങ്കുകാരാകണം. ഏത് രീതിയിലാണ്? സമ്പത്ത് കൊണ്ടാകുക, ശരീരം കൊണ്ടാകുക, പ്രാർത്ഥന കൊണ്ടാകുക, അന്വേഷണങ്ങൾ കൊണ്ടാകുക, അവിടെയുള്ള ആളുകളെ വിളിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ടാകുക. ഏത് രീതിയിലാണോ നമുക്കവരെ സഹായിക്കാനും ചേർത്ത് പിടിക്കാനും സാധിക്കുക, അത് നമ്മൾ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ പരിസരം നോക്കണം. നല്ല മഴ, റെഡ് അലേർട്ട് ഉണ്ടാകുന്ന സമയത്ത് ജോലിക്ക് പോകാൻ പറ്റില്ല പാവപ്പെട്ട ആൾക്കാർക്ക്. കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന മനുഷ്യന്മാർ ഒരു ദിവസം ജോലിക്ക് പോയിട്ടില്ല എങ്കിൽ അവരുടെ വീട് ചിലപ്പോൾ പട്ടിണിയിലാകും, അവരുടെ വീട് ചിലപ്പോൾ ബുദ്ധിമുട്ടിലാകും. അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യരുത്? കാണാതെ പോകരുത്. പ്രളയമുണ്ടായ, ദുരിതമുണ്ടായ ആ പ്രദേശത്തേക്ക് വേണ്ടി പലതും ചെയ്യുന്നതിനിടയിൽ സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുകയാണ് എങ്കിൽ അത് ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കണം. നമ്മുടെ വീടിൻ്റെ സമീപത്തുള്ള ആൾക്ക് ജോലിയുണ്ടോ, ജോലിക്ക് പോകുന്നുണ്ടോ, ഇല്ല എങ്കിൽ അവൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പരിശോധിക്കാനും വേണ്ട ഇടപെടലുകൾ നടത്താനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യുവാക്കളോട് പറയാനുള്ളത്, മുന്നറിയിപ്പുകൾ നൽകുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. ഗവൺമെൻറ് മുന്നറിയിപ്പുകൾ നൽകുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ മുന്നറിയിപ്പുകൾ എന്ത് ചെയ്യണം? നമ്മൾ പാലിക്കണം. ഇപ്പോൾ പല അപകടങ്ങളും കാണുകയാണ്. ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നല്ല വാഹനം എന്ന് പറഞ്ഞാൽ ആ വാഹനം കൊണ്ട് ഇറങ്ങി ചെല്ലാണ്. എത്രയെത്ര വാഹനങ്ങളാണ് അത് കാരണം ഒഴുകിപ്പോകുന്നത്. അഹങ്കാരം കാണിക്കുന്ന ആൾക്കാർ, അവർക്കറിയാം വെള്ളമാണ്, അത് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ അടുത്ത് നല്ലൊരു വണ്ടിയുണ്ട്, നല്ല പിന്നെ എന്താ പറയുക 4 വീലർ ഉണ്ട്, അങ്ങനെ ഇന്ന വാഹനം ഉണ്ട്, ഇതൊക്കെ ആ വെള്ളത്തെ മുറിച്ച് കടന്ന് മുന്നോട്ട് പോകുമെന്ന ഒരു ധിക്കാരം കാണിക്കുന്ന ഒരു യുവതലമുറ ഇവിടെ ഉണ്ട്. ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ മുന്നറിയിപ്പുകൾ നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൂടെ എന്ത് ചെയ്യണം? ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ദുരിതങ്ങളുടെ, പ്രയാസങ്ങളുടെ വാർത്തകൾക്ക് നടുവിൽ അതിലൊന്നും പെടാതെ സമാധാനത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ ഇത് നമ്മുടെ ജീവിതത്തിലേക്കും വരാം. നാളെ നമ്മളും ഏതെങ്കിലും ഒരു ക്യാമ്പിലേക്ക് അകപ്പെടാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുക്കാൻ, പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു. അതിനുള്ള മനസ്സും തൗഫീക്കും നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ഇതേ സമയത്ത് നമ്മുടെ പള്ളിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന വളരെ സാധുക്കളായ, പാവപ്പെട്ട, വീടില്ലാത്ത ഒരുപാട് അധ്യാപകരുണ്ട്, അധ്യാപികമാരുണ്ട്. അവരെ സഹായിക്കാൻ എല്ലാ വർഷവും ഒരു ദിവസം നമ്മളൊരു കളക്ഷൻ എടുക്കും. കഴിഞ്ഞ തവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നല്ല രീതിയിൽ ഈ പള്ളിയിൽ വന്ന എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അതിനു വേണ്ടി ടീച്ചേഴ്സ് കെയർ എന്ന പേരിൽ അധ്യാപകരായ പാവപ്പെട്ട നമ്മുടെ കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കുന്ന ആളുകളെ സഹായിക്കാൻ, അവർ രോഗികളാകുമ്പോൾ അവരെ സഹായിക്കാൻ, വീടില്ലാത്തവർ വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കളക്ഷൻ ഇന്ന് എല്ലാ പള്ളികളിലും എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളിയിലും അത് എടുക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായി അതിൽ സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരുന്ന പിള്ളക്കാടുള്ള അലവിക്ക എന്ന് പറഞ്ഞ സഹോദരൻ, അദ്ദേഹം അസുഖമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഇന്നലെ വിളിച്ചറിയിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ നൽകുമാറാകട്ടെ, പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ധാരാളം രോഗികളുണ്ട്, അള്ളാഹു അവരുടെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين. آخر دعوانا أن الحمد لله رب العالمين.